ഈ ഒരു കടുത്ത മത്സരത്തിൽ വിജയായിരിക്കുന്നത് അടുത്തത് സെക്കൻഡ് ആയിരിക്കുന്നത് തേർഡ് ആയിരിക്കുന്നത് ഒരു ക്ലാപ്പ് കൊടുക്കൂ. ഒരു അധ്വാനിച്ച് നേടിയതാണ്. ഇനി കണ്ടതാ ഈ ബിസ്ക്കറ്റ് കളി മത്സരം തീരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് സദ്യ കഴിക്കാൻ എന്നിട്ട് ബാക്കി മത്സരങ്ങൾ. അവരൊക്കെ അങ്ങനെയല്ലേ നമ്മളിതാ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് അഭി, രണ്ടാം സ്ഥാനം അഭി, ധീരവനിത അഭി. അപ്പോ ഞങ്ങളുടെ ഓണപരിപാടി നമുക്കിനി ഓണസദ്യയോടുകൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു വിശിഷ്ട അതിഥിയായിട്ട് ഞങ്ങളുടെ ഒരു മേഡം എത്തിയിട്ടുണ്ട്, രാധിക മേഡം. നിങ്ങൾക്ക് 10 മിനിറ്റ് നിങ്ങളോട് സംവദിക്കുകയാണ്. മേഡത്തിന് ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. വരൂ മേഡം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, നമുക്ക് നമ്മളുടെ വകുപ്പിന്റെ വനിതാ ശിശുവികസന വകുപ്പ് പാരന്റൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ആർക്കും തന്നെ അധികം അറിയുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്ത രക്ഷാകർതൃത്വം എന്നുള്ളൊരു കാര്യം എല്ലാ രക്ഷാകർത്താക്കൾക്കും എത്തിക്കുക. ഒപ്പം തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ രക്ഷിതാവും ഒരുമിച്ച് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. വനിതാ ശിശുവികസന വകുപ്പാണ്, യൂണിസെഫും വനിതാ ശിശുവികസന വകുപ്പും കൂടെ ഒന്നിച്ച് ചേർന്നുള്ള ഒരു സംരംഭമാണിത്. ഇത് നമ്മുടെ നമ്മുടെ ബ്ലോക്ക് അറിയാലോ, മലമ്പുഴ ബ്ലോക്കാണ്. മലമ്പുഴ ജില്ലയിലെ എല്ലാ ബ്ലോക്കിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സർക്കാർ സ്കൂളുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്കൂളുകളിലെ കൗൺസിലേഴ്സ് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ മുനിസിപ്പൽ കൗൺസിലറാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ ഒത്തുകിട്ടുന്ന സമയത്ത് ഇതിന്റെ പ്രവർത്തന രീതികൾ അവിടെയുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഇന്നലെ ചോദിച്ചപ്പോൾ അംഗൻവാടി ടീച്ചർ ഇങ്ങനെ ഒരു പരിപാടി മുന്നേ അറിയാം നടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഈ ഒരു ഓണാഘോഷ പരിപാടികൾക്കിടയിൽ ഒരു ചെറിയൊരു ഔദ്യോഗികത കൊണ്ടുവന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എങ്കിൽ പോലും എനിക്കിത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണം ഒരു സമൂഹത്തെ ചിട്ടപ്പെടുത്തി എടുക്കുന്നതിൽ രക്ഷകർത്താവ്, കുട്ടി അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഒരു മികച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓരോ കുട്ടി വളരുന്ന സാഹചര്യം, അതേപോലെ തന്നെ ആരാണ് ആ കുട്ടിയെ വളർത്തുന്നത് എന്നുള്ളത്, അതേപോലെ അച്ഛനും അമ്മയും തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു കുട്ടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും ഒന്ന് ഇവിടെ ഇരിക്കാവോ? ഒന്നിരിക്കാവോ? ഒന്ന് വന്നിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആരും ഉണ്ടാവില്ല. പക്ഷെ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഈ ആഘോഷങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കണമെങ്കിൽ നമ്മളിലെ ഓരോ വ്യക്തികളുടെയും സ്വഭാവമാണെങ്കിലും അവരുണ്ടാകുന്ന സാഹചര്യമാണെങ്കിലും എല്ലാം തന്നെ വളരെ നല്ല രീതിക്ക് ഉള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പറ്റുക. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. വളരെ ഭാരിച്ചൊരു ചുമതല
തന്നെയാണ് ഓരോ രക്ഷകർത്താവിനെയും ഈശ്വരൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പോലും കുട്ടികളെ വേർതിരിച്ചെടുക്കുന്നത്, അതേപോലെ തന്നെ സമൂഹത്തിലുള്ള മറ്റു ആളുകൾ അല്ലേ, പല ആളുകളും നമ്മുടെ കുട്ടികളെ പലതരത്തിലും സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ആ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടുവരുന്നത്, അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് പോലും നമ്മൾ അച്ഛനായാലും അമ്മയായാലും മുതിർന്ന മറ്റു ആളുകളാണെങ്കിലും അവർ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, അവർ സ്വയം എങ്ങനെ മറ്റുള്ള മുതിർന്ന ആളുകളോട് പെരുമാറുന്നു, ഇതെല്ലാം കണ്ടു തന്നെയാണ് നമ്മുടെ മക്കളെല്ലാം വളരുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ വീടുകളും പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും, മാത്രമല്ല മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ ആ കുറ്റങ്ങളും കുറവുകളും എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് സാമൂഹ്യ ബോധമുള്ള ഒരു പൗരന്മാരായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ സാമൂഹ്യ ബോധമുള്ള പൗരന്മാരെ മാറ്റണമെങ്കിൽ നമ്മുടെ വീട്ടിൽ കാശുണ്ടായതുകൊണ്ടും കാര്യമില്ല, കുറെ സ്വത്തുക്കൾ ഉണ്ടായതുകൊണ്ടും കാര്യമില്ല, നമ്മുടെ കുട്ടികൾ നമ്മളെ മാത്രം നോക്കിയതുകൊണ്ടും കാര്യമില്ല. കാരണം നമ്മളില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇണങ്ങി ഇഴചേർന്ന് വളരേണ്ടത് ഈ ഒരു സമൂഹത്തിലാണ്. അപ്പൊ ആ സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ള ആളുകളാക്കി മാറ്റിയെടുക്കേണ്ടത് ഓരോ രക്ഷകർത്താവിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ഉത്തരവാദിത്തവും രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുത്തുക, ഒപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള കൗൺസിലിങ്ങും റഫറൽ സംവിധാനങ്ങളും നടത്തുക എന്നുള്ളതാണ് പാരന്റൽ ക്ലിനിക്കിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ പാരന്റൽ ക്ലിനിക്കിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് നമ്മൾ ആ ഒരു സംവിധാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഒരു അംഗൻവാടി പ്രദേശത്ത് വരുമ്പോൾ എന്നെ അറിയില്ലേ, എന്റെ സ്വകാര്യത മറ്റുള്ളവർ അറിയില്ലേ, അങ്ങനെയെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, അംഗൻവാടി ടീച്ചറോട് പറയാം. അതല്ലെങ്കിൽ കല്ലേപ്പള്ളി ICDS-ലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പാരന്റൽ ക്ലിനിക്കിന്റെ കൗൺസിലിംഗ് സംവിധാനവും റഫറൽ സംവിധാനവും ഉള്ളത്. ഒപ്പം തന്നെ അതിനോടൊപ്പം നമ്മൾ പോകുന്നത് ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്ന പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് നിങ്ങൾ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്റീച്ച് ക്യാമ്പ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അതിന് വേണ്ടുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ചില ആളുകൾ പറയും ഇന്ന പ്രദേശത്ത് ഇന്ന ഒരു പ്രത്യേക സാഹചര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് അവിടെ ഒരു ബോധവൽക്കരണ പരിപാടിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ക്യാമ്പോ ഒന്ന് സംഘടിപ്പിക്കണം എന്ന് പറയും. നമുക്കറിയാം മറ്റേ NGO-ലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു വലിയൊരു തുക കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്കൊക്കെ ബോധവൽക്കരണ പരിപാടികളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എടുത്തത്. പക്ഷെ നമ്മൾ സർക്കാരിൽ അതിനുള്ള സൗജന്യ സംവിധാനമുണ്ട്. അതാണ് നമ്മുടെ ഈ പാരന്റൽ ക്ലിനിക് ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തി എടുക്കുക എന്നുള്ളതും നല്ല ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താക്കളായി മാറ്റുന്നതും വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അവരുടെ മക്കൾ നല്ല ബോധ്യമുള്ള ഒരു പൗരന്മാരായി സമൂഹത്തിൽ വളരുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് രക്ഷകർത്താക്കളെ നല്ല രീതിക്ക് കൊണ്ടു നടത്താനും ഇതേപോലെ സമൂഹത്തിന്റെ നേരായ മാർഗത്തെ നയിക്കാനുമാണ് ഈ ഒരു സംരംഭം നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കുന്നത്. ഇത് തീർത്തും സൗജന്യമാണ്. നിങ്ങൾ നമ്മൾ വിചാരിക്കും കൗൺസിലിംഗിന് പോയാൽ ഭ്രാന്താണോ എന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇൻഡിവിജ്വലി ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, കുട്ടിക്ക് ഒരു മാറ്റം ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കാത്ത എത്ര പേരുണ്ട്? ഇതിലെല്ലാവരും ചിന്തിക്കാറുണ്ട് എന്റെ കുട്ടിയെടുത്ത് ആരുടെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. പക്ഷെ എന്താണ്, ആരെങ്കിലും എന്ന് വിചാരിക്കും, അച്ഛൻ വിചാരിക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല, അമ്മ പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല, അച്ഛൻ പറഞ്ഞാൽ അമ്മ പറയും അതിന്റെ ആവശ്യമില്ലാന്ന്. അപ്പൊ രണ്ടുപേരും കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് ആര് പറയും? മുതിർന്ന ആളുകൾ പറയും. പക്ഷെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് ആളുകൾ വളർത്താനും ഒരുപാട് ആളുകൾ അതേപോലെ ഒരു കുട്ടിക്ക് വേണ്ട ജോലികൾ ചെയ്യാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും വളരാനുള്ള സാഹചര്യം അന്നത്തെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വൻമാൻ ആർമിയാണ്. ഈ അമ്മയും അച്ഛനും ചുറ്റുപാടുമുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ തീർക്കണം, കുട്ടികളെ വളർത്തണം, അവരുടെ ജോലി ചെയ്യണം. എല്ലാം കൂടെ പോകുമ്പോഴത്തേക്കും അവർക്ക് കുട്ടിയെ ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല. കുട്ടിയുടെ മാറ്റങ്ങളോ കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളോ അവന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളോ തിരിച്ചറിയാൻ അമ്മയ്ക്കോ അച്ഛനോ സാധിക്കില്ല. അത് കണ്ടെത്തുന്ന അധ്യാപകർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് എന്റെ കുട്ടിയോട് എന്തോ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുണ്ട്, ഇതാണ് പറഞ്ഞു തരിക. അപ്പൊ അതല്ലാതെ കുട്ടിയുടെ മാറ്റം ഏതെങ്കിലും ഒരാൾ പറയേണ്ടത് കുട്ടിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അവരത് ഐഡന്റിഫൈ ചെയ്ത് പറയുന്നുണ്ടാവുക. അത് നിങ്ങൾ കൂടെ അതിനൊന്ന് മോണിറ്റർ ചെയ്തിട്ട് അതിന് സഹായം ആവശ്യമാണെങ്കിൽ ആ സഹായങ്ങൾ ചെയ്തു തരാനാണ് അംഗൻവാടി എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു സർക്കാരിന്റെ കാര്യങ്ങൾ വരുമ്പോഴും അതിന്റെ ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ഒരു കേന്ദ്രം സർക്കാരിന്റെ